ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇരുമ്പൻ പുളി വെച്ചിട്ടാണ് കേട്ടോ. ഈ പുളി ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചെറിയ പീസാക്കി അതിട്ടത്. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്തു. പിന്നെ ഒരു പച്ചമുളക് ചെറിയ പീസാക്കി അതും ഇടുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ടിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ശരിക്കൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 സ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി 1/4 സ്പൂൺ ചേർക്കുന്നത്. ഇനി ആ പൊടി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചെറുതായിട്ട് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ചെറിയൊരു കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ടത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്നുകൂടെ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും അതൊരുവിധം വറ്റി, പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1-2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മുടെ പുളിയിഞ്ചിയൊക്കെ വെക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുക്കാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാണുമ്പോൾ ശരിക്കും പുളിയിഞ്ചി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഈ പുളി ഇഷ്ടമല്ലാത്തവരൊക്കെ ഒരുപാട് കഴിച്ചു പോകുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂടെ വേണേ. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.